ശ്രീതി ഇ പി ജയരാജനും ടി പിക്കും ഇളവ് നേരത്തെ തന്നെ അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നതാണ്, വിവരങ്ങൾ പുറത്തു വന്നതാണ്. എങ്കിലും അത് ശ്രദ്ധേയമാണ്. ശ്രീതി ഇ പി ജയരാജനും ടി പി രാമകൃഷ്ണനും മെയ് ജൂൺ മാസങ്ങളിലായാണ് 75 വയസ്സ് തികയുന്നത്. അത് പരിഗണിച്ചാണ് അവരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിർത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇ പി ജയരാജന്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ജനനത്തീയതി മെയ്യിലാണ്, ഇ പി രാമകൃഷ്ണനത് ജൂണിലും. ഇത് പരിഗണിച്ചുകൊണ്ട് അവരെ രണ്ടുപേർക്കും ഇളവ് നൽകിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് എം വി ജയകുമാറിന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജനനത്തീയതി പ്രകാരം ഒക്ടോബറിലാണ് അദ്ദേഹത്തിന് 75 വയസ്സ് തികയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇളവ് ലഭിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മറ്റാരെങ്കിലും ഒഴിവാക്കിയോ എന്ന കാര്യം നമുക്ക് ഈ ലിസ്റ്റ് പൂർണ്ണമായി ഒന്ന് പരിശോധിച്ച് പഴയ ലിസ്റ്റുമായി താരതമ്യം ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. നമുക്കിപ്പോൾ ഈ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ നൽകുന്ന ഇതാണ്. നമുക്കൊരു അല്പ സാവകാശമെടുത്ത് അതിന് പരിശോധിക്കേണ്ടി വരും. പുതുമുഖങ്ങളുടെ കാര്യത്തിൽ മൊത്തം 15 പേരാണ് പുതുതായി കമ്മിറ്റിയിൽ എത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. 17 എന്നുള്ള ലിസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ 5 ജില്ലാ സെക്രട്ടറിമാരും 10 പുതുമുഖങ്ങളുമാണ് വന്നിരിക്കുന്നത്. മറ്റുള്ള 2 ആളുകൾ, അതായത് ജോൺ ബിട്ടാസും ബിജു കണ്ടക്കയെയും സ്ഥിരപ്പെടുത്തുകയാണ് ഉണ്ടായത്. അവർ നേരത്തെ തന്നെ ക്ഷണിതാക്കളായി ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരാണ്. അവരെ കൂടി സ്ഥിരപ്പെടുത്തുമ്പോഴാണ് മൊത്തം 17 ആളുകൾ ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അംഗങ്ങളായി പുതുതായി എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കണ്ണൂരിൽ നിന്ന് എം പ്രകാശൻ മാസ്റ്ററും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡി കെ മുരളി MLA-യും കൊച്ചിയിൽ നിന്ന് മേയർ എം അനിൽകുമാറും ആലപ്പുഴയിൽ നിന്ന് കെ പ്രസാദ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അതുപോലെ തന്നെ കൊല്ലത്ത് നിന്ന് എസ് ജയമോഹനും ഈ സീനിയോറിറ്റി പരിഗണിച്ച് അവർ എത്തിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് എത്തിയ PR രഘുനാഥ്, അദ്ദേഹം കോട്ടയം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന് ഉറപ്പായിരിക്കുന്നു. AV റസലിന്റെ അകാല നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തെ സെക്രട്ടറിയായി പരിഗണിക്കാൻ പോവുകയാണ്. പാർട്ടി സമ്മേളനം കഴിഞ്ഞ് കോട്ടയത്തെ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ PR രഘുനാഥ് ആയിരിക്കും അവിടെ സെക്രട്ടറിയായി വരാൻ സാധ്യത. ശ്രീത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. തനേഷ് തമ്പി തുടരുന്നുണ്ട്. തനേഷ്, ഒരു തലമുറ മാറ്റത്തിന്റെ സൂചന എന്നൊന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല. 15 പേരാണ് പുതുമുഖങ്ങളായി ഇതിൽ ഇടം പിടിക്കുന്നത്. അതിൽ തന്നെ നേരത്തെ 5 പേർ, ഈ 15 പേരിൽ 5 പേർ എന്നുള്ളത് ജില്ലാ സെക്രട്ടറിമാരാണ്. അവർ സ്വാഭാവികമായും എത്തും. ബാക്കി 10 പേർക്കാണ് ഈ പുതുതായി കമ്മിറ്റിയിൽ ഇടം ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ 15 പേർ, അങ്ങനെ ഒരു വളരെ പരിചയസമ്പന്നരായ നേതാക്കളെയും ഒപ്പം പുതുമുഖങ്ങളെയും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി. തനേഷ്, തീർച്ചയായിട്ടും ഒരു തലമുറ മാറ്റം എന്നൊന്നും പറയാൻ കഴിയില്ല. കഴിഞ്ഞ തവണ ഒരുപക്ഷെ അങ്ങനെ ഒരു തലമുറ മാറ്റം ഉണ്ടായിരുന്നു. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ തെരഞ്ഞെടുക്കുമ്പോൾ പി രാജീവും KN ബാലഗോപാലും ഒക്കെ കടന്നുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് PM മുഹമ്മദ് റിയാസ് ഒക്കെ കടന്നുവരുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ 15 പേര് എന്ന് പറയുമ്പോൾ സ്ഥിരാംഗങ്ങളായി 2 പേർ കൂടി ചേരുമ്പോൾ 17. അതിൽ ബിജു കണ്ടക്കയും ജോൺ ബിട്ടാസും സംസ്ഥാന സമിതി അംഗങ്ങളായി സ്ഥിരപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 5 ജില്ലാ സെക്രട്ടറിമാരും അവരും ഉറപ്പായും ഈ സംസ്ഥാന സമിതിയുടെ ഭാഗമാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാസർഗോഡിലെ M രാജഗോപാല്, വയനാട്ടിലെ K റഫീഖ്, M മെഹബൂബ് കോഴിക്കോട്, VP അനിൽ മലപ്പുറം, KV അബ്ദുൽ ഖാദർ തൃശൂർ, ഈ ഇത്രയും പേരാണ് ജില്ലാ സെക്രട്ടറിമാർ എന്നുള്ള നിലയിൽ ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ K റഫീഖാണ്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് വയനാട് ജില്ലാ സെക്രട്ടറിയായി മാറുന്നത്. അങ്ങനെ ഒരു യുവത്വത്തിന്റെ മുഖം ജില്ലാ സെക്രട്ടറിമാരിൽ ഉള്ള വ്യക്തിയാണ് റഫീഖ്. എന്തായാലും അദ്ദേഹം സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നു. ബാക്കി 10 പേരിൽ ആ 10 പേരിൽ M പ്രകാശൻ മാസ്റ്റർ വളരെ കാലമായി പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നയാളാണ്. മന്ത്രിമാരുടെയൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെയായി പ്രവർത്തിച്ച് അതിനുശേഷം വീണ്ടും സംഘടനാ പ്രവർത്തനത്തിനായി കണ്ണൂരിലേക്ക് മടങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹം സംസ്ഥാന സമിതിയിൽ വരും കണ്ണൂരിൽ നിന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. കാരണം ജയരാജന്മാർക്കൊക്കെ ശേഷം പാർട്ടിയിലെ ശക്തനായ ഒരു നേതാവും മുൻ MLA-യും ഒക്കെയായ പ്രകാശൻ മാസ്റ്റർ സ്വാഭാവികമായും സംസ്ഥാന സമിതിയുടെ ഭാഗമാകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ യുവമുഖങ്ങൾ എന്ന് പറയാവുന്നത് VK സനോജും V വസീഫും ആണ്. ഈ 2 പേരും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പേരും വരുമ്പോൾ അത് കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുന്നു എന്നതിന്റെ ഒരു സൂചനയായി, അല്ലെങ്കിൽ ആ ഒരു നിലപാടിന്റെ ഭാഗമായി നമുക്കതിനെ കാണാൻ കഴിയും. K ശാന്തകുമാരി അവർ സംവരണ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ്. ആ ഒരു ഒഴിവിലേക്ക് കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുകൂടിയാണ് M ശാന്തകുമാരി ഈ പാലക്കാട് ജില്ലയിൽ നിന്നും സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്നത്. അവർ നിലവിൽ MLA കൂടിയാണ്. ബിന്ദു, മന്ത്രിമാരിൽ ബിന്ദുവാണ് സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നത്. വീണ ജോർജും അത്തരത്തിൽ ഈ സംസ്ഥാന സമിതിയിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ബിന്ദുവിനാണ് ഇക്കുറി നറുക്കുവീണിരിക്കുന്നത്. ബിന്ദു സംസ്ഥാന സമിതിയുടെ ഭാഗമായിരിക്കുന്നു. അതുപോലെ എറണാകുളത്തെ M അനിൽകുമാർ, ആലപ്പുഴയിലെ K പ്രസാദ്, കോട്ടയത്തെ PR രഘുനാഥ് നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ MV റസലിന്റെ മരണത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്. ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു നിലയിൽ തന്നെയാകണം ഈ കോട്ടയത്തെ നിന്നുള്ള പ്രതിനിധിയായി ഈ സംസ്ഥാന സമിതിയിലേക്ക് എത്തിച്ചേരുന്നത്. S ജയമോഹൻ കൊല്ലത്തു നിന്ന്
ഈ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിരിക്കുന്നു. DK മുരളി, അദ്ദേഹം വാമനപുരം MLA ആണ്, അദ്ദേഹവും ഈ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിരിക്കുന്നു. അങ്ങനെ സംസ്ഥാന സമിതിയിൽ പരിചയസമ്പന്നരുണ്ട്, ഈ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ഒപ്പം തന്നെ ഭരണ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ളവരുണ്ട്, അങ്ങനെ MLA-മാരുണ്ട്, മുൻ MLA-മാരുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം വനിതകളുടെ പ്രാതിനിധ്യം അടക്കം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പാനലാണ് ഇന്ന് സംസ്ഥാന സമിതി അംഗീകാരത്തോടെ സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറി MV ഗോവിന്ദൻ വെച്ചത്. ആ പാനൽ പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ MV ഗോവിന്ദൻ വീണ്ടും സെക്രട്ടറിയായി തുടരും. നമുക്കറിയാം, കഴിഞ്ഞ തവണ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി ആയിരുന്നില്ല. മുൻ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തെ സെക്രട്ടറിയായി നിയോഗിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ കൊല്ലം സമ്മേളനം അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സെക്രട്ടറിയായി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഈ പുതുമുഖങ്ങളും പരിചയസമ്പന്നർക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും വനിതകൾക്കും ഒക്കെ കൃത്യമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഈ പുതുമുഖങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 89 അംഗ സംസ്ഥാന സമിതിക്കാണ് സംസ്ഥാന സമ്മേളനം അംഗീകാരം നൽകിയിരിക്കുന്നത്.